ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡോക്ടർ വിശാഖ കടയ്ക്കൽ. നമ്മുടെ നാട്ടിൽ ഇന്ന് 40 വയസ്സിന് ശേഷം സ്ത്രീകളിലും പുരുഷന്മാരിലും പൊതുവേ കാണപ്പെടുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, അതായത് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില വ്യായാമങ്ങളെ പറ്റിയിട്ടാണ് നമുക്ക് ഇന്ന് സംസാരിക്കാനുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയ ഒരു 40 വയസ്സൊക്കെ കഴിയുമ്പോഴേക്ക് ഒട്ടുമിക്ക ആളുകളിലും നമ്മൾ കണ്ടുവരുന്ന ചില പ്രശ്നങ്ങളാണ് അവർക്ക് ശരീരത്തിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ജോയിൻ്റ് പെയിൻ വരാറുണ്ട്. അതുപോലെ തന്നെ എപ്പോഴും ഒരു ക്ഷീണം, ഒരു തളർച്ച, ഉന്മേഷക്കുറവ് പോലുള്ള പ്രശ്നങ്ങളും ചിലപ്പോൾ നമുക്ക് ഡീജനറേറ്റീവ് ചേഞ്ചസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്ന ഒരു സമയമാവും. അതുപോലെ തന്നെ 40 വയസ്സിന് ശേഷമുള്ള സ്ത്രീകളിൽ പലപ്പോഴും ഈ മെനോപോസിൻ്റെ ഒരു രീതിയിലേക്ക് വരുമ്പോൾ അവർക്കുണ്ടാവുന്ന മാനസിക സമ്മർദ്ദവും മാനസിക പിരിമുറുക്കവും അതുപോലെ തന്നെ അവർക്കുണ്ടാവുന്ന മസിൽ ക്രാമ്പുകളും മറ്റുമൊക്കെ ഒട്ടനവധി ആളുകൾക്ക് നമുക്ക് സ്ഥിരമായിട്ട് കാണാനായിട്ട് സാധിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ പലപ്പോഴും ഈ 40 വയസ്സ് കഴിയുമ്പോഴാണ് നമ്മളൊക്കെ ഒന്ന് ലൈഫിൽ സെറ്റിലായിക്കൊണ്ട് വരുന്നത്. അതായത് മക്കളെയൊക്കെ ഒന്ന് പഠിപ്പിച്ച് തുടങ്ങി അത്യാവശ്യം ഒരു വീടൊക്കെ വെച്ച് ഒന്ന് സെറ്റായി വരുന്നൊരു സമയം കൂടി ആയതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് ഈ ഒരു സമയത്തേക്ക് വരുമ്പോൾ നമുക്ക് ഒരു പെർമനൻ്റ് ഇൻകം എന്ന് പറയുന്നൊരു ലെവലിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ചെറിയ രീതിയിലൊരു മടി പോലെ തോന്നാറുണ്ട്. അതായത് പണ്ടൊക്കെ ചെയ്യുന്ന വ്യായാമത്തിൽ നിന്നും നമ്മുടെ ലൈഫ് സ്റ്റൈലിലൊക്കെ ചെറിയൊരു വ്യത്യാസമൊക്കെ വന്നു തുടങ്ങുമ്പോൾ പലർക്കും ഷുഗർ ഉണ്ടാകാനുള്ള ഒരു സാധ്യത, അതുപോലെ തന്നെ ബ്ലഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് കൊളസ്ട്രോളിൻ്റെ ലെവൽ അല്പം ഉയർന്നു നിൽക്കും, ഷുഗറിൻ്റെ ലെവലിൽ ചെറിയൊരു വേരിയേഷൻ കാണിക്കും, ചിലപ്പോൾ ഒരു ഫാറ്റി ലിവറിൻ്റെ ലക്ഷണം കാണിക്കും, കൊളസ്ട്രോളിൻ്റെ ലെവലിൽ ചെറിയൊരു വ്യത്യാസം കാണിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചെറിയൊരു ഓവർ വെയിറ്റ് ഒക്കെ വന്നു തുടങ്ങുന്ന ഒരു സമയം ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട 5 വ്യായാമങ്ങളെ പറ്റിയിട്ട്, അതായത് നമുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞാനിന്ന് പറയുന്ന ഒന്ന്, ഇപ്പോൾ നമുക്ക് ഇരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്നതും നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ യോഗാസനങ്ങളെ പറ്റിയിട്ട്, അതായത് 3 രീതിയിൽ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് താല്പര്യമുള്ളത്. ഇത് 40 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആർക്കും, അതായത് ഇതിനൊരു ഏജ് മാൻഡേറ്ററി ഇല്ല, അതായത് 60 വയസ്സിന് മുകളിലുള്ളവർക്കും ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ആരോഗ്യമുള്ള ഏതൊരാൾക്കും നമുക്ക് ഇരുന്നു കൊണ്ടോ നിന്നുകൊണ്ടോ യോഗാസനത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വ്യായാമങ്ങളാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താം. അപ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇപ്പോൾ 40 വയസ്സിന് ശേഷം ഉള്ള ആളുകളിൽ നമ്മൾ പൊതുവേ കണ്ടുവരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ്, അവർക്ക് ഷുഗറിൻ്റെ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ നേരത്തെ ഞാൻ ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷുഗറിന് കാഫ് മസിൽ, നമ്മുടെ കാലിൻ്റെ കാഫ് മസിലിൽ ചെയ്യുന്നൊരു വ്യായാമം, അതായത് ഇരുന്നു കൊണ്ട് നമ്മുടെ കാലിൻ്റെ വിരലുകളും തറയിലേക്ക് ഉയർത്തിക്കൊണ്ട് കാല് മുകളിലേക്ക് പൊക്കുന്ന രീതിയിൽ നമുക്ക് നിന്നുകൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റും. അതായത് കാഫ് മസിലിൻ്റെ സ്ട്രെങ്തനിങ് ആയിട്ട് ചെയ്യുന്ന എക്സർസൈസ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് പൊതുവേ നമ്മുടെ ഷുഗറിനെയൊക്കെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കും. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള കാര്യം ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു എക്സർസൈസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ഇരുന്നു കൊണ്ട്, അതായത് നമ്മളൊരു കസേരയിൽ ഇരിക്കുകയാണ്, അതിനുശേഷം നമ്മൾ പതുക്കെ മുകളിലേക്ക് ഉയരുന്നു, വീണ്ടും നമ്മൾ താഴുന്നു. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് കസേരയിൽ ഇരുന്നു കൊണ്ടും ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മൾ തറയിൽ നിന്നുകൊണ്ടിട്ടായാലും നമുക്ക് ഇരിക്കുക, എഴുന്നേൽക്കുക, ഇരിക്കുക. നമ്മൾ പറയുമ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് തോന്നുമെങ്കിലും ഇത് അത്ര ഈസി ആയിട്ടുള്ള ഒന്നല്ല. നമുക്ക് കുറച്ച്, അതായത് ഒരു 15 സിറ്റിംഗ് ഒക്കെ ആയിരിക്കും മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ഒരു 3 നേരം അല്ലെങ്കിൽ 2 നേരം നമ്മൾ ദിവസവും ചെയ്യുന്നത് നമുക്ക് ഇത്തരത്തിലുള്ള അത്യാവശ്യം ശരീരത്തിനൊരു സ്ട്രെച്ചിങ് എക്സർസൈസ് ആയിട്ട് മാറും. ഇനി അടുത്ത ഒരു എക്സർസൈസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇരുന്നു കൊണ്ട് തന്നെ നമ്മുടെ കാൽമുട്ട് മുകളിലേക്ക്, അതായത് കൈകൾ ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തിയിട്ട് നമ്മുടെ കാൽമുട്ടുകൾ മുകളിലേക്ക്, ഒരു കാലിൻ്റെ മുട്ട് ഉയർത്തുക, നമ്മുടെ കയ്യിലേക്ക് ടച്ച് ചെയ്യിക്കുക, അതുപോലെ തന്നെ ഇപ്പുറത്ത് അടുത്ത കാല് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് നമ്മളിങ്ങനെ ടച്ച് ചെയ്യിക്കുക. ഇതിപ്പോൾ നമുക്ക് നിന്നുകൊണ്ടോ ഇരുന്നു കൊണ്ടോ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് നമ്മുടെ അടുത്ത ഒരു വ്യായാമത്തിൻ്റെ അകത്ത് വരുന്നതാണ്. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു വ്യായാമം എന്ന് പറഞ്ഞാൽ നമുക്ക് മൂവ്മെൻറ്റ് എക്സർസൈസുകളാണ്. അതായത് നേരത്തെ കഴുത്തുവേദനയെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ എല്ലാ ജോയിൻസും, നമ്മളിപ്പോൾ കഴുത്തിൻ്റെ മാത്രമല്ല, നമ്മൾ പൊതുവെ ഇപ്പോൾ കഴുത്തും അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക്, അതായത് 2 സൈഡിലേക്ക് നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ തന്നെ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് മുകളിലേക്ക് താഴേക്ക് വശങ്ങളിലേക്ക് നമ്മൾ തിരിക്കുന്ന പോലെയാണ് നമ്മുടെ കഴുത്തിൻ്റെ എക്സർസൈസ് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ കൈ ആകുമ്പോൾ നമ്മളിങ്ങനെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്ക് മൂവ് ചെയ്യുന്ന രീതിയിലും, അതുപോലെ തന്നെ നമ്മുടെ ജോയിൻറ്റ്സ് നമ്മൾ ഫ്ലെക്സ് ചെയ്യുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മുടെ ഓരോ ജോയിൻറ്റുകളും നമുക്ക് മൂവ് ചെയ്തിട്ടുള്ള എക്സർസൈസുകളിലേക്ക് നമുക്ക് വരാനായിട്ട് പറ്റുന്നതാണ്. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടുത്ത ഒരു എക്സർസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ വീട്ടിലിപ്പോൾ സ്റ്റെപ്പ് കാണുമല്ലോ, അപ്പോൾ സ്റ്റെപ്പിൽ ഒരു സ്റ്റെപ്പ് മുകളിലേക്ക് കയറുന്നു,
അത് കഴിഞ്ഞിട്ട് നമ്മൾ അതേ സ്റ്റെപ്പ് നമ്മൾ താഴേക്ക് ഇറങ്ങുന്നു, അതായത് ഓരോ സ്റ്റെപ്പുകൾ കയറുന്നു തിരിച്ചിറങ്ങുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഒരു സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ മുകളിലേക്കുള്ള ഒരു 3-4 സ്റ്റെപ്പ് കയറുന്നു, തിരിച്ച് നമ്മൾ താഴേക്ക് അതേപോലെ ബാക്കിലേക്ക് ഇറങ്ങുന്നു. നമ്മൾ വീഴാതെ രണ്ട് സൈഡിലും കൈകൾ പിടിച്ച് നമുക്ക് നല്ല ഉറപ്പുള്ള ഒരു സ്ഥലത്ത് നിന്ന് മാത്രം ചെയ്യും. ഇത്തരം എക്സർസൈസുകൾ ചെയ്യുമ്പോൾ നമ്മൾ തെന്നി വീഴാതിരിക്കാനൊന്ന് ശ്രദ്ധിക്കണം എന്നുകൂടി പറയാണ്. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു വ്യായാമമാണ്, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു വിൻഡോയിൽ പിടിച്ചുകൊണ്ടോ, അതായത് നമ്മുടെ ജനലിൽ പിടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഭിത്തിയിൽ പിടിച്ചുകൊണ്ടോ ഇനി നമുക്ക് ഒരു സപ്പോർട്ടും ഇല്ലാതെ നിൽക്കാൻ പറ്റുകയാണെങ്കിൽ ഒറ്റ കാലിൽ നമ്മൾ നിൽക്കുക എന്നുള്ളത്. ഏകദേശം ഒരു 10 മുതൽ 15 സെക്കൻഡ് വരെ ഒറ്റ കാലിൽ നിൽക്കുക. അടുത്ത കാലിൽ നമ്മൾ ഇതേപോലെ തന്നെ മാറി മാറി നിൽക്കുക. അത് ഏകദേശം ഒരു 3 സിറ്റിംഗ് വെച്ചിട്ട് നമ്മൾ ചെയ്താലും നമുക്ക് അത്യാവശ്യം നമ്മുടെ മസിലുകൾക്ക് ഒരു റിലാക്സേഷൻ ഉണ്ടാകുന്ന ഒരു മെത്തേഡാണ്. ഇനി ചിലരെ സംബന്ധിച്ച് നമുക്ക് ഒരുപാട് ഭാരം എടുക്കാനായിട്ട് ഈ ഒരു സമയത്ത് സാധിച്ചില്ലെങ്കിലും നമുക്ക് അത്യാവശ്യം 1 കിലോ അല്ലെങ്കിൽ 2 കിലോ വെയിറ്റ് ഉള്ള ഏതെങ്കിലും ചെറിയ ഡമ്പൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കൈക്ക്, അതായത് ഈ ഒരു സമയത്ത്, അതായത് ഒരു 40 കഴിഞ്ഞാലും അതുപോലെ തന്നെ 60 വയസ്സിന് ശേഷമൊക്കെ ഉള്ളവർക്ക് ഇവിടെയുള്ള കയ്യിലുള്ള മസിലുകൾ ഉണ്ടല്ലോ, അപ്പോൾ ആ മസിലുകൾക്ക് ഒരു ബലക്ഷയം വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിൽ ഡമ്പലുകൾ എടുക്കുന്ന രീതിയിലുള്ള എക്സർസൈസുകൾ നമുക്ക് ചെയ്യാം. ഇനി അതുപോലെ തന്നെ ഡമ്പൽ നമ്മുടെ വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു കുപ്പി ഉണ്ടല്ലോ, 1 ലിറ്ററിൻ്റെ അല്ലെങ്കിൽ 1/2 ലിറ്ററിൻ്റെ വെള്ളം കിട്ടുന്ന കുപ്പി നമ്മൾ ഫില്ലാക്കിയതിന് ശേഷം അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ അതേ വെയിറ്റ് വരുന്ന എന്തെങ്കിലും ഒരു വസ്തു ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഡമ്പൽ എടുക്കുന്നത് പോലെ തന്നെ മുകളിലേക്കും താഴേക്കും നമുക്കിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടുള്ള എക്സർസൈസുകൾ ചെയ്യാം. അപ്പോൾ ഈ എക്സർസൈസിൻ്റെ എല്ലാം പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിത് ഇരുന്നു കൊണ്ടോ നിന്നുകൊണ്ടോ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന തരത്തിലുള്ള വ്യായാമങ്ങളാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. ഇനി നമുക്ക് യോഗാസനങ്ങളിലേക്ക് വരാം. അപ്പോൾ നമ്മൾ യോഗാസനങ്ങളിലേക്ക് വരുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ ഒരു 40 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും പലപ്പോഴും ഇപ്പോൾ സ്ത്രീകളെയൊക്കെ സംബന്ധിച്ചാണെങ്കിൽ ചിലരൊക്കെ പറയും, സ്ത്രീകളെ നല്ല പുരുഷന്മാരെ ആയാലും നമുക്ക് നമ്മുടെ പങ്കാളിയിൽ നിന്ന് ഒരു പരിഗണന ലഭിക്കുന്നില്ല, പഴയതുപോലെ ഒരു കെയർ ലഭിക്കുന്നില്ല, മക്കളൊക്കെ ഒന്ന് പ്രായമായിട്ട് വരുമ്പോൾ നമ്മൾ പറയുന്നതൊന്നും അനുസരിക്കുന്നില്ല. അപ്പോൾ നമുക്കൊരു മാനസികമായിട്ടൊരു സമ്മർദ്ദം അനുഭവപ്പെടും. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഓഫീസിലൊക്കെയുള്ള ടെൻഷൻസ് കാര്യങ്ങളൊക്കെ വരുമ്പോഴും ഈ ഒരു പ്രശ്നം വരുന്നതുകൊണ്ട് തന്നെ യോഗയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് പ്രാണായാമം. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഒരു മൂക്കിലൂടെ നമ്മൾ ശ്വാസം മുകളിലേക്ക് എടുത്തിട്ട് ഓപ്പോസിറ്റ് മൂക്കിലൂടെ നമ്മളിത് പുറത്തേക്ക് വിടുകയും തിരിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന ശ്വസന വ്യായാമമാണ് പ്രാണായാമം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് ഇതിന് മുമ്പ് നമുക്ക് സ്ട്രെച്ചിങ് എക്സർസൈസ് ചെയ്തിട്ട് വേണം നമ്മൾ ഏത് തരത്തിലുള്ള ഒരു യോഗാസനത്തിലേക്കും പോകാനുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യാം. ഇനി അടുത്തതായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ചമ്രം മടിഞ്ഞ് തറയിലേക്ക് ഇരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്ന് പത്മാസനവും അതുപോലെ തന്നെ വജ്രാസനവും. അപ്പോൾ ഈ 2 തരത്തിൽ, പത്മാസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തറയിൽ ഇരുന്നു കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. വജ്രാസനം രണ്ടിൻ്റെയും ഫോട്ടോസ് ഞാൻ ഈ സൈഡിൽ കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഡെമോൺസ്ട്രേഷൻ വേണമെങ്കിൽ പറയുകയാണെങ്കിൽ ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസ് ഷോർട്സ് ആയിട്ട് ഞാൻ ഇടാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് പത്മാസനവും അതുപോലെ തന്നെ വജ്രാസനവും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് അധോമുഖ ശ്വാനാസനം എന്ന് പറയും. അതായത് നമ്മളിങ്ങനെ കൈകൾ തറയിലേക്ക് കുത്തിക്കൊണ്ട് നമ്മളിങ്ങനെ ഉയർന്നു നിൽക്കുന്നത് പോലെയുള്ള ഒരു വ്യായാമമാണ് അധോമുഖ ശ്വാനാസനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ആസനം നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ത്രികോണാസനം എന്ന് പറയുന്ന ഒരു വ്യായാമമുണ്ട്. അതായത് നമ്മുടെ കൈകൾ വശങ്ങളിലേക്ക് കാലിലേക്ക് ടച്ച് ചെയ്യുന്ന രീതിയിൽ ചെയ്യുന്ന ത്രികോണാസനം എന്ന് പറയുന്ന ഒരു വ്യായാമമുണ്ട്. അപ്പോൾ അത് നമുക്ക് യോഗയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു യോഗയാണ്, ഒരുപാട് സ്ട്രെച്ച് ഒന്നും വേണ്ട, നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഭുജംഗാസനം എന്ന് പറയുന്ന ഒരു വ്യായാമം. അപ്പോൾ ഭുജംഗാസനം നമ്മൾ യോഗയിൽ ചെയ്യുകയാണെങ്കിലും നമുക്ക് അത്യാവശ്യം നമ്മുടെ ഫുൾ ബോഡിയിലെ മസിൽസ് ഒന്ന് സ്ട്രെച്ച് ആവുന്ന രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ അകത്ത് നമുക്ക് ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന എക്സർസൈസും പ്രാണായാമവും ഒക്കെ നമുക്ക് ഏത് പ്രായത്തിലുള്ളവർക്കും ചെയ്യാം. 70 വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ ആരോഗ്യസ്ഥിതി നമുക്ക് അനുകൂലമാണ് എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഇത്തരത്തിലുള്ള മറ്റ് ആസനങ്ങളിലേക്ക് പോവുക എന്നുകൂടി ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുകയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർക്കും ഇത്തരത്തിലുള്ള ഒട്ടനവധി ശാരീരിക പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടും അതുപോലെ തന്നെ പലരും, ഞാൻ നേരത്തെ ഈ മെനോപോസ് കഴിഞ്ഞ സ്ത്രീകളിലുണ്ടാവുന്ന ചുട്ടുനീറ്റലിനെ പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ ഞാനൊരു എള്ള് വെച്ചിട്ടുള്ള മരുന്ന് പറഞ്ഞു. അപ്പോൾ അതിലൊക്കെ ഒരുപാട് പേര് ഈ ഒരു പ്രശ്നങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും ജിമ്മിൽ പോകാനും സൂംബ ഡാൻസ് കളിക്കാനും ഒക്കെ പറ്റണമെന്നില്ലല്ലോ. അപ്പോൾ വീട്ടിൻ്റെ അകത്ത് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒട്ടനവധി വ്യായാമങ്ങളെ പറ്റിയിട്ട് ഇന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് കമൻ്റായിട്ടോ നമ്മുടെ മുകളിലുള്ള വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു
അവസരത്തിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.